ചിമ്പുവ റോസിൻ്റെ ഉള്ളിൽ നിന്ന് താഴ്ത്തിക്ക് ഇറങ്ങിക്കേ. ചിമ്പു പോൾസറിനെ അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡാലിയ തോട്ടത്തിലുണ്ടല്ലോ, ഈ വർഷം ഡാലിയ തോട്ടമല്ല കേട്ടോ, ഈ വർഷം നമുക്ക് സീനിയർ തോട്ടമാണ്. കണ്ടമാനം പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അവിടെ പുല്ല് വെട്ടണം, അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാ. കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ട് പോവാം. ഇതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ പുതിയ റോസുകൾ നട്ടത്. റോസുകളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറ് നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള ഒരു റോസ് കളർ എന്ന് പറയില്ലേ, ആ കളറാണിത്. നല്ല പിങ്ക്. ഒരു കിളി ചത്തുപോയത് കേട്ടോ. അതിൻ്റെ കാല് അതിൻ്റെ വടവിൽ പോയി. നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നെങ്കിൽ അതിൻ്റെ കാല് അതിന് വിരിയിച്ചു കൊടുത്തന്നെ. പക്ഷെ നമ്മൾ കണ്ടില്ല. കാല് അതിൻ്റെ വടവിൽ പോയി, ചത്തുപോയി. നമ്മളെ സീനികേമ നോക്കിക്കേ, നിറച്ചും പല കളറുള്ള പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ വർഷം നമ്മുടെ തോട്ടത്തിനെ നമുക്ക് ഡാലിയ തോട്ടം എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, സീനിയർ തോട്ടം എന്ന് വിളിക്കേണ്ടി വരും. പക്ഷേ ഡാലിയമൊക്കെ നിറച്ച് മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഡാലിയെ നിറച്ച് മുട്ടിട്ട് വരുന്നുള്ളൂ. അത് ചിലപ്പോൾ തണുപ്പോടുമ്പോഴേക്കും കുറച്ച് പൂവൊക്കെ വിരിഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഡാലിയെ കണ്ടില്ലേ. സീനിയർ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമെന്നറിയോ.
അതെന്ന് വെച്ചാൽ പല കളർ പൂക്കളുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അടുത്ത വർഷം ഞാൻ കുറച്ചും കൂടി നിറച്ചും പൂക്കൾ വയ്ക്കും. ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ നിറച്ചുണ്ട്. ഇതെല്ലാം നമ്മുടെ ഡാലിയ പൂവാട്ടോ. പക്ഷെ ഇതിനൊക്കെ ഒരു കോല് കൊടുത്തിട്ട് എല്ലാത്തിനും കെട്ടി നേരെ വെക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തില്ല ഈ പ്രാവശ്യം. എൻ്റെ നിങ്ങളുടെ മുകളിലേക്ക് നോക്കിക്കോട്ടെ നിങ്ങൾ. ആ മാതിരിയാണ് ഡാലിയമ്മ മുട്ടിട്ടേക്കുന്നത്. ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നിറച്ച് മുട്ടകൾ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ട. ഇതെല്ലാം ഇനി വിരിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കട്ടെ. അത് ഇവിടെ വേറൊരു കളർ പൂ ഉണ്ടായിട്ടുണ്ട്. അത് ഡബിൾ ഷെയ്ഡാട്ടോ. ഇത് വേറെ സ്ഥലത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് 4 ദിവസത്തോട് ഭയങ്കര മഴയൊക്കെ വന്നു കഴിയുമ്പോൾ അത് താഴെ ആകെ വീണ് നാശമായിപ്പോയി. ഒരാഴ്ച കൊണ്ട് എനിക്ക് തോന്നുന്നത് 2 ആഴ്ച തണുപ്പ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡാലിയ പൂവൊക്കെ ഇനിയിപ്പോൾ മുട്ടിട്ടതൊക്കെ വിരിയെന്ന് വിചാരിക്കും. വലിയ വലിയ ഡാലിയ പൂവൊക്കെ ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട് കണ്ട. അവിടെ ഒരു പൂ നീക്കി നോക്കി. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ക്ലോസപ്പ് ചെയ്തേടാ. ഇതാ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. നല്ല റെഡ്. അത് ആ പച്ചയിലയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയണം. എന്തൊരു രസമെന്നറിയാം പൂ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗി. അതിൻ്റെ ഒക്കെ വിത്തുകൾ ഞാൻ അടുത്ത വർഷം എടുത്ത് വയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ചധികം ഇങ്ങനെ നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഭംഗിയാണ്. പിന്നെ പല കളറാകുമ്പോൾ അതും ഭംഗിയായിട്ടോ. പക്ഷെ അത് ഭയങ്കര രസമാണ് കളർ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പൂത അത് നാശമായി തുടങ്ങി. അത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ അത് വേറെ പൂക്കൾ നോക്കിക്കേ. എന്ത് ഭംഗിയ പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ടല്ലേ. അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. പക്ഷെ നമുക്കിവിടെ ആയക്കൂടി 3 മാസമല്ലേ നമുക്ക് ചൂടുള്ളൂ. ആയിക്കൂടി പൂ ഉണ്ടായി നമുക്ക് ആയിക്കൂടി 1 മാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോഴേക്കും തയ്യൊക്കെ മുളപ്പിച്ച് റെഡിയായിട്ട് പൂവൊക്കെ ഉണ്ടായി വന്നു കഴിയുമ്പോഴേക്കും പിന്നെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതെ ഇവിടെയുണ്ട് വേറെ. ഇത് കുറച്ച് ലൈറ്റ് കളറുകളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. ഓ അവിടെ ഒരു ഡാലിയ നോക്കിക്കേ. എന്ത് വലിയ പൂവായിരുന്നു വിരിയാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കുറേ മുട്ടകളുണ്ടായിട്ടുണ്ട് കണ്ട. ഇത് എല്ലാ ദിവസവും ഞാൻ എപ്പോഴും വീഡിയോ കാണിക്കുമ്പോഴൊക്കെ നിങ്ങൾ തന്നെ ഞാൻ ഈ പൂക്കൾ കാണിക്കാറുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യം പുതിയ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ഡാലിയുടെ മുട്ടുകളാണ്. വേറൊരു നോക്കിക്കേ ഡാലിയുടെ നോക്കിക്കേ. അതൊക്കെ എന്ത് വലിയ പൂവായിട്ട് വരാമെന്നറിയോ. അതിൻ്റെ മുട്ടകളൊക്കെ നോക്കിക്കേ. കുഞ്ഞു മുട്ടകളാണ്. അതൊക്കെ വലുതായി അങ്ങോട്ട് വരുന്നുള്ളൂ. കുഞ്ഞു മുട്ടകൾ. നമ്മുടെ ചിമ്പുട്ടൻ്റെ പോലെയാണ്. എല്ലാവരും കുഞ്ഞു ആൾക്കാരാണ്. വലുതായി വരുന്നുള്ളൂ. ഇത് നോക്കിക്കേ. ഇത് വേറൊരു കളറാണ്. ഇതിനൊക്കെ ഒരു ഷേപ്പിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പോൾസേട്ടൻ്റെ അവിടെ മിഷ്യത്തും വെച്ചിട്ട് പോൾസേട്ടൻ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടേക്ക് പുല്ല് വെട്ടി. ഇനി അവിടെ ഫ്രണ്ടിൽ പോൾസേട്ടൻ മറ്റേ ഉന്തന വണ്ടി ഉണ്ടല്ലോ, മിഷ്യൻ വെട്ടണതുണ്ട്. അത് വെച്ചിട്ട് ഇനി വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ ആകുമ്പോൾ ഇപ്പോൾ വീടൊക്കെ വന്നതുകൊണ്ടേ ആ മെഷീനിട്ട് അങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചെറിയ ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. സൈഡൊക്കെ ചേർത്ത് വെട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ പോൾസേട്ടൻ വെളുത്തിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഫെൻസ് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് പറഞ്ഞോട് വീണിട്ടുണ്ട്. അതിനെ ഉറപ്പിച്ച് വയ്ക്കുന്നതാണ്. കിളികളുടെ തീറ്റ തീർന്നിരിക്കുകയാണ്. തീറ്റ ഇട്ട് കൊടുക്കണം. രാവിലെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് തീർത്തവർ. ഇവിടുന്ന് നമ്മുടെ ഈ ചുമന്ന പൂവിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പൂവാണ്. ഇത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. വിത്തിനുള്ളതായിട്ടില്ല. എനിക്ക് തോന്നുന്നു നല്ല തണുപ്പ് തുടങ്ങുമ്പോഴേക്കും വിത്തിനുള്ളതൊക്കെ ആവുമെന്ന് വിചാരിക്കണം. കഴിഞ്ഞ ആഴ്ച കൂടെ ഭയങ്കര മഴ വന്നിട്ടുണ്ടായിരുന്നു. കാറ്റ് അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര മഴ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അതിവിടെ നോക്കിക്കേ. അതെല്ലാവരും വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഇതിനധികം തിക്കില്ലാത്ത പൂവാണെങ്കിലും കണ്ടമാനം ഉണ്ടാവുന്നുണ്ട് അതുമേക്ക്.
എത്തിക്കില്ലാത്ത പൂവായിരുന്നാലും എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ പിന്നെ പൂവുണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി. കാരണം അതായിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് രസമുണ്ട്. അതുമേ നല്ല കുറേ പൂക്കളുണ്ടായി വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ നോക്കിക്ക് ഈ പൂവൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ മാതിരി ഭംഗിയാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരെണ്ണം നിൽക്കുന്ന നോക്കിക്ക്. ഓ, അത് ഫുള്ള് വിരിഞ്ഞിട്ടാ. പിന്നെ ഇവിടെയുണ്ട് നമ്മുടെ വെള്ളപ്പൂവ്. ഇതൊക്കെ എപ്പോഴും വീഡിയോ കാണിക്കുമ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇനി അധികം നാളൊന്നും ഉണ്ടാവില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞേക്കും തണുപ്പാക്കി തുടങ്ങിയിട്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു രക്ഷയില്ലാത്ത പൂവാട്ടാ. എന്തോ ഒരു ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വേറെ നമ്മൾ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്ന് എൻ്റെ ചെടികൾ ഞാനിവിടെ പിയോണി നട്ടെന്താ, പിയോണി അവിടെ 5-6 നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ കുറേ സ്ഥലത്തേക്ക് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശരിക്കും എനിക്ക് പിരിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് കുറേ സ്ഥലം ബ്ലാങ്ക് ആയിപ്പോയി. അടുത്ത വർഷം ഞാൻ ഇവിടെ മൊത്തം നമ്മൾ സീനിക നടും. പിന്നെ ഈ സൈഡിലേക്ക് ഞാൻ അങ്ങനെ പോകണമില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെടികൾ നട്ടു കൊടുക്കുമായിരുന്നു. അവിടെ വന്നേക്കണുണ്ടല്ലേ, ഈ തേനീച്ചയാണോ കടന്നലാണോ എന്നെ കുത്തിയെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ആ വഴിക്ക് തന്നെ പോകണില്ല. അത് അടിയിൽ നിന്നാണ് വരുന്നത്. തേനീച്ച അടിയിൽ കൂടുകൂട്ടു അറിയില്ല, എന്നെ കുത്തിയിട്ട് തന്നെ ജീവൻ പോയി. അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇങ്ങനെ തണുപ്പ് തുടങ്ങുമ്പോൾ പോകുമല്ലോ. അതിൻ്റെ അടുത്താണ് വേറെ ഡബിൾ ഷെയ്ഡുള്ള സീനിയ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടുത്തേക്കൊന്നും നമ്മളങ്ങനെ പോകണില്ല. അത് വലിയ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അത് താഴെ വീണിട്ടുണ്ടായിരുന്നു. അതായത് ഈ സൈഡിലേക്ക് തന്നെ നമ്മൾ പോകണില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഇത് നിൽക്കുന്നത് മുരിങ്ങ. അത് അപ്പുറത്തെ സൈഡിലാണ്, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. പക്ഷെ മുരിങ്ങനെയൊക്കെ ഇനി പറിച്ച് വെക്കണം. ഇനി പറിച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇലയുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഒരു ദിവസം നമ്മൾ ഇല എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല എടുത്തിട്ടില്ല. എപ്പോഴും വിചാരിക്കും എടുക്കണമെന്ന്. എന്തായിരുന്നാലും ഇനി എടുക്കണം. അധികം ദിവസം വൈകാണ്ട് തന്നെ എടുക്കണം. അന്ന് നമ്മളിത് വെച്ചിട്ട് അട ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ചുമ്മാ പറയുന്നതല്ല, അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു അട. എനിക്കിതിനെ കണ്ടിട്ട് നല്ല മഞ്ഞ കളർ തോന്നുന്നുണ്ട്. ഇത് തേനീച്ചയാണെന്ന് എനിക്ക് തോന്നണേ കണ്ടിട്ട്. തേനീച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുറേ തേനുണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. തണുപ്പാലും വരുമ്പോൾ ഇതൊക്കെ പോവാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമ്മുടെ ആസ്പിൻ ചേട്ടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആസ്പിൻ ഇവിടെ പോരെ. ചിമ്പു എവിടെയാ? ചിമ്പുവിനെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ആസ്പിൻ, ഇത് സീനിയ പൂവാട്ടോ. ഇത് ഫ്രഷ് ആട്ടോ. അതിൻ്റെയും കൊമ്പ് അന്നത്തെ മഴയിൽ അത് ഒടിഞ്ഞു വേണ്ട. ഇതിൽ നിൽക്കുന്ന ആപ്പിൾ മരാട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തണുപ്പ് തുടങ്ങിയപ്പോൾ വാങ്ങിച്ച് വെച്ചത്. വലുതായി വരണുള്ളൂ. ഇത് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പൂവാട്ടോ ഇത്. നമ്മുടെ ആസ്പിൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചിമ്പുവിനെ കണ്ടിട്ടില്ല. ചിമ്പു എവിടെയെന്ന് അറിയില്ല. എവിടെയെങ്കിലും ഇരുന്നിട്ട് ഉറങ്ങണുണ്ടാവായിരിക്കും. ഈ സുന്ദരി പൂക്കൾ നോക്കിക്ക്. ഇത് നമ്മുടെ വെന്തി ഉണ്ടല്ലോ, വെന്തിയുടെയൊക്കെ ഒരു കളറാണ്. പക്ഷേ സൂപ്പർ അതൊന്നും പറയാനില്ല. ഒരു കടയേ ഉള്ളൂ ഇത്. ഇരിങ്ങയുടെ ഇത് തടി വെച്ചേക്കണമെങ്കിൽ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ആ മണ്ണിൽ വെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് വന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വെക്കുമ്പോൾ ഇത് ചെറുതല്ലായിരുന്നേ. അപ്പം അതിൻ്റെ ഇത് നോക്കിക്ക് നല്ല വലിയൊരു മരത്തിൻ്റെ പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കിളുന്ത ഇലയുണ്ട് കേട്ടോ. പറിച്ച് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല പ്രായം ഇപ്പോൾ. പോൾസേട്ടൻ അവിടെ എന്തൊക്കെയോ പണികൾ നടത്തുന്നുണ്ട്. പോൾസേട്ടൻ ആയിരുന്നാലും വൈകുന്നേരം ആകുമ്പോൾ എന്നും ഓഫീസ് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ഈ വൈകുന്നേരം ഒരു 8 മണി 8:30 വരെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ പച്ചക്കറി തോട്ടം കേട്ടോ. തക്കാളികൾ വേണ്ടതുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തക്കാളിയൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാം. എൻ്റെ ഉള്ളിൽ ഉണ്ടായി കിടക്കുന്നുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ. പിന്നെ ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം. പച്ചക്കറികൾ ഈ വർഷം അത്രയ്ക്കാണ്ട് ഉഷാറായില്ല. ഈ പൂവിനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടല്ലോ. ഓരോ ആംഗിളിൽ നിന്ന് കാണുമ്പോൾ അതിന് വേറെ ഭംഗിയാണ്. ആസ്പിൻ ചിമ്പുവിനെ കണ്ടോ? ചെറുതാണ്ടാ ഇത് നമ്മുടെ ഈ പുതിയ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അല്ല ചുമ്മാ അത്രയ്ക്കാണ്ട് പൂവുണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ ചെറുതാണല്ലോ. ഇത് വലുതായി വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും.
കൈമ കാൽമ ഇരിക്കണുണ്ടോ നോക്ക്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പഴം ഉണ്ടല്ലോ, നിറച്ചിങ്ങനെ ചുമന്നിട്ട് വരുന്നത്. ആ പഴം നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ, പഴുത്ത് വരുന്നുള്ളൂ. അതേ ഒരെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു. നിറച്ചും പഴമുണ്ട്. അപ്പോൾ ഇലയുടെ ഇതിൻ്റെ കളറ് സെയിം ആയിട്ട് വരുമ്പോഴേ നമുക്ക് അത്രയ്ക്കാണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് പഴുക്കും. പോൾസേട്ടന് അവിടെ ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നില്ലേ, ഇത് നമ്മളവിടെ വീടിൻ്റെ അവിടെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു 2-3 വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോൾസേട്ടൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ എങ്ങാണ്ട് കടന്നെല്ലുണ്ടായിരുന്നു അത്രേ. പോൾസേട്ടൻ്റെ കാലുമ കടന്നെല്ല് കുത്തി. കടന്നെല്ലാണോ തേനീച്ചയാണോ ഒന്നിട്ടെന്നറിയില്ല. ഇവിടെ ഈ ചില സ്ഥലത്തുണ്ട്, നമ്മളിങ്ങനെ അധികം പോവാത്ത സ്ഥലങ്ങൾ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഈ കണ്ടമാനം പൂവൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇത് ഉണ്ടാവും. ഇവിടെ എല്ലാ വർഷവും സമ്മറിൽ വരും. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പെരുമാറുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ട് പോൾസേട്ടന് അത് നോക്കിയിട്ട് ഇരിക്കുന്നതാണ്. വാഴ നോക്കിക്ക് നമ്മുടെ ഉഷാറായി വരുന്നുണ്ട്. ഇത് തണുപ്പ് തുടങ്ങുമ്പോൾ പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് ഇത് മിക്കവാറും വരും. ഇതിൻ്റെ അടിയിൽ ആ കണ്ണുണ്ടല്ലോ, അത് നമ്മളിതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നിറച്ച് ചവറൊക്കെ ഇട്ടിട്ട് നമ്മൾ മൂടി വയ്ക്കുക. അപ്പോൾ അത് പോവില്ല. മിക്കതും അത് പൊന്തി വരും അടുത്ത വർഷത്തേക്ക്. അതായത് നമ്മുടെ വേറൊരു മുളക് കേട്ടോ, അതുമ്മ മുളക് ഉണ്ടായി വരുന്നുണ്ട്. അവിടെ ആ സൈഡിലാണ് ആ പോൾസേട്ടൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ സൈഡിലേക്ക് നമ്മൾ അധികം അങ്ങോട്ട് പോകാറില്ല. അവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ വീടിൻ്റെ വേറൊരു സൈഡ്. അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. അവിടെ ഒരു ചെറിയൊരു ഗേറ്റൊക്കെ ഉണ്ട്. അവിടെ കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സമ്മർ തുടങ്ങിയ സമയത്ത് നിങ്ങളെ കുറേ പൂക്കളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അവിടെ കിടന്നിട്ട് പറക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ആ സാധനം വന്നത്. അവിടെ നിറച്ചുണ്ട് അത്. അതുപോലെ തന്നെ തൂമ്പോടി ഇട്ടിട്ട് ഓടിയത് പോൾസേട്ടൻ. ഈ സൈഡിലേക്ക് ഞാനങ്ങനെ വരാറില്ല. അവിടെ നോക്കിക്കുക, എവിടെ ഇരുന്നാലും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് കേട്ടോ. ഞാൻ കാണാറ് പോലില്ല ഈ പൂവ്. ഇടയ്ക്ക് വല്ലപ്പോഴും വരുമ്പേ കാണുള്ളൂ. ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ അവിടെ നോക്കിയാൽ ഞാനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അധികം അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇത് എല്ലാ വർഷം ഉണ്ടായി വരുന്ന പൂവാണ്. ചിമ്പുട്ടാ, ചിമ്പു എവിടെ പോയിരുന്നേ? എവിടെ പോയി കിടന്നുറങ്ങിയേ? ഞാൻ എടുത്തിട്ട് വരാം. മറ്റേ തളവ് വരുമ്പോ കൂട്ടാട്ട അവിടെ
കോഴി ഉണ്ട് ഇറങ്ങിക്കേ. ഇറങ്ങു കോഴി, വേഗം ഇറങ്ങ ഇവിടെ. ഞാൻ വഴിക്ക് കയറി പോയത്. ഓർക്കക്ഷീണം മാറിയിട്ടില്ല. ചിമ്പുന്റെ ആൾക്കാരൊക്കെ എത്തില്ലോ. ആരൊക്കെ വന്നേക്കുന്നത് നോക്കി. കൊച്ചിന് കളിക്കാനുള്ള ആൾക്കാരൊക്കെ എത്തില്ലോ. പച്ചക്കറി പറിക്കാൻ പോവാ. ഇവിടെ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി പഴുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ മുന്തിരി പച്ചമുന്തിരിയാണ്, ഗ്രീൻ കളറുള്ള മുന്തിരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മുന്തിരി ആ കളറല്ല കേട്ടോ. കുറച്ച് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നിൽക്കണുണ്ടായിരുന്നു. അത് പഴുത്ത് വന്നിട്ടുണ്ട്. അത് കാണിക്കാം കേട്ടോ. നോക്കിക്കേ, ഇത് ബ്ലാക്ക് കളർ മുന്തിരി കേട്ടാ. ഇത് ഈ വർഷം ആദ്യമായിട്ടുണ്ടായി എന്നാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ പച്ചയായിട്ട് തന്നെ ഞാൻ പറിച്ചെടുത്തു. പിന്നെ 5-6 കൊലകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിന് ഈ കളർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പുളിയാണ്. അതൊന്നും കൂടി നന്നായിട്ട് പഴുക്കാനുണ്ട് തോന്നും. എനിക്ക് ഈ മുന്തിരി നല്ല ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ ആ മുന്തിരി ഇല്ലേ, കുരുള്ള മുന്തിരി, ആ മുന്തിരിയാണ്. പക്ഷെ ചെറുതായിട്ട് പുളിയുണ്ട്. പിന്നെ ഉണ്ടോ തൊണ്ടിനാണ് കട്ടിയുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, ആകെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു തരം വണ്ട് പോലത്തെ വണ്ടല്ല, അത് പറഞ്ഞു ഒരു തരം പ്രാണി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതെങ്ങാണ്ടാണ് ഇതിൻ്റെ ഇലേനെ ഇങ്ങനെ ചുരുട്ടി കളയുന്നത്. നമ്മൾ നീമോയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ അത്രയ്ക്ക് ശരിക്കാണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കോണം അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളത് നനച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് പോയി എന്ന് തോന്നണം. ഇതിപ്പോൾ കുറച്ചുണ്ട് ഇവിടെ, ഇവിടെയൊക്കെ ഉണ്ട്. നീന ക്യാമറ കൊണ്ടുതന്നെ ഇതാ ഇവിടെയൊക്കെ നോക്കിക്കേ, കുറച്ചൊക്കെ ഇത് പഴുത്ത് കിടക്കുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി നോക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. കണ്ട ഇവിടെയൊക്കെ പഴുത്ത് ഇത് കണ്ട ഒന്നുകൂടി നന്നായിട്ട് പഴുക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതുമാതിരി തരം ഇങ്ങനെ ഒരു തരം പ്രാണികൾ വന്നിരിക്കുന്നുണ്ടല്ലേ. ആ പ്രാണികൾ വന്നിട്ടാന്ന് തോന്നുന്നു നമ്മുടെ ഈ മുന്തിരിനെ നശിപ്പിച്ച് കളഞ്ഞത്. ഇതിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ അങ്ങനെ കരിഞ്ഞ പോലെ പോയിട്ടുണ്ടായിരുന്നു. അത് എനിക്കാണ് വീട്ടിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നീരെടുത്ത് കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അതെ പറക്കും. ഞാൻ നേരത്തെ ചെന്നപ്പോൾ തൊടാൻ വേണ്ടി ചെന്നപ്പോൾ അത് പറഞ്ഞു പോയി. നമ്മുടെ ഈ ഗീസിനെ കൊണ്ട് നമുക്ക് വലിയ ശല്യമായിട്ട് മാറിയേക്കാണ്. കാരണം നമ്മുടെ പഴയ താറാവുകളുണ്ടല്ലോ, അവരെ എപ്പോഴും ഇത് കൊത്തി ഓടിക്കുക. ഇനി നമ്മൾ ഇതിനെ വേറെ എവിടെയെങ്കിലേക്ക് കൊണ്ടുപോയി മാറ്റാൻ വേണ്ടിയിട്ട് പോവാം. അതായത് നമുക്ക് ഇതിനെ വീട്ടിൽ തന്നെ വളർത്താൻ വേണ്ടിയിട്ട് അതിന് പറ്റണില്ല. ഇവിടെ മുന്തിരി
ഇനി അടുത്തത് ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ പച്ചക്കറികൾ കുറേ പച്ചക്കറികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, കുറേ പറിക്കാറായിട്ടുണ്ട്. ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ അത്രയ്ക്ക് നമുക്ക് അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചുണ്ടാകും. പിന്നെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോയിട്ട് മിക്കപ്പോഴും എടുക്കാറുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ഈ മത്തങ്ങ പോലത്തെ അത്, പിന്നെ നമ്മുടെ ഈ വെള്ളരിക്ക, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പറിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങ, അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു അതെല്ലാം കൂടിയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ നമുക്കിന്ന് അങ്ങോട്ടേക്ക് പോകാം, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നുകൂടി നല്ല മധുരം വരണം. വെള്ളരിക്കാൻ നോക്കിക്ക് ഇനിയിപ്പോൾ ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നില്ല. നമുക്ക് ആദ്യം പറഞ്ഞ് നമ്മൾ പറിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിനേക്കാളും ഭയങ്കര വലുതല്ലായിരുന്നേ. പിന്നെ ഉണ്ടായി കഴിഞ്ഞൊന്നും അത്രയ്ക്ക് വലിപ്പം വെച്ചില്ല. പക്ഷെ ഇത് ഭയങ്കര ചെറുതായിട്ട്, ഇതിന് വലിപ്പമുള്ളത് അവിടെ ഉണ്ട്. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ചെറുതായിട്ട് തണുപ്പാക്കി തുടങ്ങും. ഇലകൾ തന്നെ ഓൾറെഡി ഇപ്പോൾ മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട്. കാരണം രാത്രി അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇന്നും നല്ല ചൂടുണ്ട് കേട്ടോ, പകല് നല്ല ചൂടുണ്ട്. പക്ഷെ ഇനി ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങും. രാത്രി അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട്. അപ്പം ഇനി ചെറുതാണ്. ഇനിയാണ് ഇത് നന്നായിട്ട് പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് ഈ ഓറഞ്ച് കളർ വരുമല്ലോ അതിനെ. അപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ നമ്മളെ പറിക്കാണ്ട് ഇരുന്നിട്ടുള്ള ചിലതൊക്കെ കേടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിന് വിട്ടിട്ട് കേടുവന്നിരിക്കില്ല, നല്ലതാണ് ഇരിക്കുന്നത്. കുറേ നമ്മൾ ഇതിനെ പറിച്ചെടുത്തു കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതാ ശരിക്കും പാകമായതെന്ന് തോന്നുന്നു. ഓൾറെഡി ഇതൊക്കെ പോയി തുടങ്ങി, എല്ലാവരും പാടി ഒക്കെ പോയി. ഇതിന് അത്യാവശ്യം നല്ല ചൂടൊക്കെ വേണമെന്ന് തോന്നുന്നു. ആദ്യം ഉണ്ടായതൊക്കെ നന്നായിട്ട് നല്ല വലുതുണ്ട്, പിന്നെ ഉണ്ടായതൊക്കെ ചെറുതാണ്. ചെറുതുണ്ട്, അധികം പച്ചയായിട്ടുള്ളത് ഞാൻ പറിക്കണില്ല. പറഞ്ഞോട്ടാ ആഹാ, ഇത് നല്ല വലുതോട്ടോ. നമുക്ക് ഇതേപോലത്തെ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയത്. പക്ഷെ അതിന് ഇതിനും വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചിമ്പുട്ടൻ വരുന്നുണ്ട്, ഇതിന്റെ കളറ് നല്ല രസമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബട്ടർ സ്കോഷ് ആട്ടാ. ഇത് നമുക്ക് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മുടെ മത്തങ്ങയുടെ പോലെ. പക്ഷെ മത്തങ്ങേനേക്കാളും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞില്ലേ. സാമ്പാറിനൊക്കെ ഇട്ടുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാന്ന് അറിയോ, നല്ല ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ അങ്ങനെ ഒട്ടും ഉടഞ്ഞു പോവുകയും ചെയ്യില്ല. കറികളിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സൂപ്പർ സാധനം. നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഇത്, ഈ സാധനം. എങ്ങനെയുണ്ട് നമ്മുടെ പച്ചക്കറി? ആഹാ, ചിമ്പൂട്ടൻ അവിടെ നമ്മളെ പച്ചക്കറികൾ പറിച്ചു കൊണ്ടുവരണ്ടാക്കി അത് നോക്കണം കേട്ടോ, പച്ചക്കറികളൊക്കെ ഉണ്ടോന്ന്. അവർ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഈ വർഷം നമ്മുടെ പച്ചക്കറികൾ. സാധാരണ ഞാൻ എപ്പോഴും പച്ചക്കറികളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവൻ വരാറുണ്ട് ഇങ്ങോട്ടേക്ക്. ഇത് അയ്യോ, ഇതിന് പറിച്ചെടുക്കാൻ കുറച്ച് പാടാ. ഇതിൻ്റെ തണ്ടിന് നല്ല കിട്ടിയ ചിമ്പു നോക്കിക്കേ, ഇതെല്ലാം നമ്മളിവിടെ വെക്കുന്നുണ്ട് കേട്ടാ. ചിമ്പുട്ടാ 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 ചിമ്പുട്ടാ. ഇവിടെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇത് എനിക്ക് തോന്നണത് ഒരുപാട് വലുതാവുന്ന ടൈപ്പ് കുമ്പളങ്ങ അല്ലാന്ന് തോന്നണം. ഇത് നെയ് കുമ്പളാന്ന് തോന്നണം. നമ്മുടെ നാട്ടിലങ്ങനെ പറയാറില്ലേ, ചെറിയ ടൈപ്പ് കുമ്പളങ്ങ. ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നെയ് കുമ്പളം എന്ന് പറഞ്ഞിട്ട്. അതാണ് എനിക്ക് തോന്നണേ. കാരണം ഇത് ഇനി ഒരുപാട് വലിപ്പം വെക്കില്ലാന്ന് തോന്നണം. ഇത് ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ കേട്ടാ. ഓ, ആ സാധനം കൈമ നന്നായി. പക്ഷെ ഇത് തണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് അവസാനമായിട്ടാണ് ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. നമ്മൾ എന്നിട്ട് അവിടെ മുകളിൽ ഡെക്കിൻ്റെ അവിടെ നമ്മൾ ഈ പ്രാവശ്യം ഒരു
ഒരു ബെഡ് പോലെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ചവറാണ് അതിനകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഞാൻ കുമ്പളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെക്കിൻ്റെ അവിടെ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ. പക്ഷേ അത് ഒരു ഇതൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ എല്ലാം ചീഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു അതിനകത്ത് മണ്ണ് കുറവുണ്ടായിരുന്നോളൂ. നിറച്ചും ചവറായാനേ ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം കിടന്നിട്ട് എല്ലാവരും ചീഞ്ഞു പോയി. പിന്നെ ആയെക്കൂടി ഇതൊരു കുമ്പളം ഉണ്ടായിരുന്നത്. ഞാൻ വെച്ചിട്ടുണ്ടാവില്ല എന്ന് വെച്ചോണ്ടിരുന്നു. പക്ഷെ അവസാനമായിട്ടാണ് ഇത് ഉണ്ടായത്. പക്ഷെ ഇത് നോക്കിയെങ്കിൽ ചെറുതൊക്കെ ഇവിടെ ഉണ്ടാവണുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും നമുക്ക് ഉണ്ടായി കിട്ടില്ല. കാരണം ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങിയല്ലോ. നമ്മുടെ ചിമ്പൂട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ആസ്പിൻ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങിയത് കണ്ടിട്ടില്ല. അവനോട് ഫ്രണ്ടിൽ അവിടെ ഇരിക്കുക. നമ്മൾ വിളിച്ചിട്ട് പോകുന്നില്ല അവന്. ഇപ്പോൾ നന്നായിട്ടേ ആ സാധനം കൈമ കുത്തണുണ്ട്. ഇപ്പം നമ്മുടെ ബട്ടർ സ്കോഷൊക്കെ നമ്മൾ ഇത് പടവലങ്ങി കേട്ടോ. നേരത്തെ ഭയങ്കരമായിട്ട് ഇടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ക്യാമറ ഓഫ് ചെയ്തേക്കാം. മഴ പെയ്യുന്നുണ്ട്, മഴയും ചാറുന്നുണ്ട്. പക്ഷെ അതിനെ കാര്യം വെച്ചിട്ടില്ല. എന്താണെന്ന് പറഞ്ഞൂടെ ഇതേപോലെ ഈ സമയത്ത് ഒരു മഴ ഭയങ്കര ഇടി വെട്ടി. നമുക്ക് ഈ വർഷം ആയ കൂടി ഒരൊറ്റ പടവലങ്ങി നമുക്ക് ഉണ്ടായി കിട്ടിയുള്ളൂ. ഇത് നോക്കി പാവലൊക്കെ നോക്കിക്കേ നമ്മുടെ പിടിച്ച് കയറണുള്ളൂ. ഈ വർഷം പാവല എന്നാലും ഒന്നും അങ്ങനെ ശരിക്കും നന്നായിട്ട് ഉണ്ടായില്ല. ഇത് ഇവിടേക്ക് നോക്കിക്കേ, ഇതൊക്കെ നോക്കിക്കേ, ആ വെച്ച പോലെ തന്നെ ഇരിക്കുകയാണ് ഇവിടെ. പക്ഷെ മഴ ചാറുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് പോവാം. പക്ഷെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. എന്താണെന്ന് പറഞ്ഞോളൂ, അത്യാവശ്യം നല്ലൊരു വെയിലൊക്കെ ഇന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മഴയും തുള്ളിയിരുന്നുണ്ട്. ഒരു 2-3 കുഞ്ഞ് പാവയ്ക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഇവിടെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ അമരപ്പയറൊക്കെ ഉണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മഴ വീണാൽ നമ്മളവിടെ അകത്തേക്ക് പോകാം. എന്നിട്ട് മഴ മാറിക്കഴിഞ്ഞ് വരാം. ചിമ്പൂട്ടനും ഇടിവെട്ടിപ്പോൾ പേടിച്ചു. ഓഹോ ചിമ്പു, ചിമ്പൂട്ട ഓടി വന്ന നീയേ, ഓടി വാ. എന്ത് വലിയ ഇടിവെട്ടി ചെയ്ത്, ഓടി വാ. വേമ്പാ വേമ്പാ വേമ്പാ, വാ മഴ ചാരണോ. വാടാ കൊച്ചിനെ എടുക്കട്ടെ. കൊച്ചിങ്ങനെ കഴിക്കും. അമ്മി എങ്ങനെയാണ് പിടിക്കുന്നത്? അതാ ഇങ്ങനെ ഓടിപ്പോണേ. ഇങ്ങനെയല്ലേ പിടിക്കില്ല പറഞ്ഞു. മീനെ എടുക്കണുണ്ട്. എടുത്തോ എടുത്തോ. ആ കൊച്ചടിയിൽ പോയിട്ടിരിക്കുകയാണ്. കൊച്ചിനെ അറിയാം സ്ഥലമായിരിക്കും. പോൾസേട്ടനും ആ പുറത്ത് പണിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാ. മഴ പെയ്യണ കണ്ടിട്ട് അവിടെ നിൽക്കാണ്. അപ്പോൾ നേരത്തെ തന്നെ പോൾസേട്ടൻ്റെ പുല്ലുവെട്ടൽ കഴിഞ്ഞതുകൊണ്ട് നന്നായി. പക്ഷെ ഇന്ന് മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന്. ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ മഴ അങ്ങനെ ഒരിക്കലും പെയ്യാറില്ല. ഇന്നെന്താന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ ചാറി ചാറി നിൽക്കണുള്ളൂ. വലിയ മഴ പെയ്യുമെന്ന് തോന്നണില്ല. ഇന്നലേക്ക് മഴയ്ക്ക് കാര് വെച്ചിട്ടുണ്ട്. ഇനി മഴ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇന്നലേക്ക് ഞാൻ നോക്കിയപ്പോൾ മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ ഞാൻ വെതർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മഴ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കണ്ടിട്ട് കൊടുക്കണ സൗണ്ട് കേട്ടോ. എന്താ പോലെ സാറേ, ഇന്ന് മഴ പറഞ്ഞിട്ടുണ്ടാ? പിന്നെന്താ മഴ ഇങ്ങനെ? അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടൻ മഴ കാരണം നമ്മുടെ കൂടെ കയറി പോന്നു. അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കിടക്കാണ്. അവിടെ ചിമ്പൂട്ട ഭയങ്കര കാര്യം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ പറിച്ചത് അവിടെ വെച്ചേക്കാട്ടാ. ഇങ്ങനെ മഴ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് പച്ചക്കറികളൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോകുന്നു. ഭയങ്കര മഴയാണ്. നോക്കിക്കേ, നമ്മുടെ ആസ്പിനെ നമ്മുടെ ഫ്രണ്ടിലെ ഡോറിൽ കൂടെ അകത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവനോടെ ഫ്രണ്ടിലെ ഡോറിലൂടെ പേടിച്ച് നിൽക്കണ്ടായിരുന്നു. ചിമ്പൂട്ടിനെ നമ്മളവിടെ അകത്ത് കയറ്റിയിട്ടുണ്ട്. മീനയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അവൻ ഭയങ്കര സൂപ്പർ മഴയാണ്. ആകാശം നോക്കിയിട്ട് എന്തോ ഭയങ്കര വലിയ ഇടിവെട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് തോന്നുന്നു. ഞാനത് പറയാണ്ട് വന്നൊരു മഴയാണ്. അന്ന് വെയിൽ തെളിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് ചില സ്ഥലത്തേക്ക്. ആകാശം കാണുമ്പോൾ പേടിയാവുന്നു. ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ, മഴ പെയ്യുമ്പേ ഇലകളൊക്കെ ഇങ്ങനെ കിടന്നിട്ട് തന്നെ ആടില്ല. നല്ല രസമാണ്. മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പച്ചക്കറികളൊക്കെ അവിടെ കിടക്കാം. പിന്നെ മത്തങ്ങ കുമ്പളങ്ങയൊക്കെ ആയിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം ഞാൻ ചെന്നൈയിട്ട് മൂടിയിടും. എന്തെങ്കിലും ഒരു വലയുണ്ട്, അല്ലെങ്കിൽ ഒരു ടർപ്പായി ഇട്ടിട്ട് മൂടിയിടണം. പടവലിങ്ങയൊക്കെ ഞാൻ എൻ്റെ എടുത്തിട്ട് പോയി. ഇനിയും പറിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ പറിക്കണം.
ചില സമയത്ത് നന്നായിട്ട് ഇടിവെട്ടുന്നുണ്ട്